മോർണിംഗ് എവ്രി വൺ. എല്ലാവരും ഓൺലൈൻ കുർബാനയൊക്കെ കണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ ലാസ്റ്റ് യൂണിറ്റിൽ എത്തിയിരിക്കുക. ലാസ്റ്റ് യൂണിറ്റിലെ 2 ലെസൺസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? അത് സിവിക് റെസ്പോൺസിബിലിറ്റീസും റീഡിംഗ് ഹാബിറ്റും. പിന്നെ നമ്മൾ 3ാമത്തെ ലെസണാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ലെസൺ 30, സമയത്തിൻ്റെ ശരിയായ വിനിയോഗം, ടൈം മാനേജ്മെൻറ്റ്. എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണിതല്ലേ? സമയം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പം നിങ്ങളോട് ടീച്ചർ പറയുക, നാളെ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്, എല്ലാവരും റെഡിയായി വരണം. അപ്പം നിങ്ങൾ ഉടനെ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? നിങ്ങൾ പറയും, അയ്യോ നാളെയോ, ഞങ്ങളൊന്നും പഠിച്ചില്ല. ഇതായിരിക്കും നമ്മുടെ റെസ്പോൺസ് അല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചില്ല. ഓരോ ലെസണും ഓരോന്നും എടുക്കുമ്പോൾ ആ സമയത്ത് അന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ നാളത്തെ ടെസ്റ്റ് വന്നാൽ നമുക്കൊന്ന് റിവൈസ് ചെയ്താൽ മതി അല്ലേ? പഠിക്കാതിരുന്നാൽ ആണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യേണ്ട കാര്യങ്ങൾ അന്നേരം ചെയ്യണം. നമുക്ക് നമ്മളുടെ മനപ്പാഠവാക്യം ഒന്ന് നോക്കാം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 5:16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. എഫേസ്യർ 5:16. നമ്മൾ സമയം തക്കത്തിൽ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെസൺ. ആദ്യം നമുക്ക് സമയത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എന്താണ് സമയം എന്ന് പറയുന്നത്? അമൂർത്തവും അതുല്യവും അമൂല്യനിധിയും അതോടൊപ്പം വളരുവാനുള്ള അവസരവും ഉണ്ടാക്കുക, അതാണ് സമയം. ഒന്നുകൂടി പറയാം. അമൂർത്തവും അതുല്യവും അനശ്വരനിധിയും അതോടൊപ്പം വളരുവാനുള്ള അവസരവും ആണ് സമയം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടൈം ഈസ് ആൻ ഇൻവാല്യുബിൾ പ്രഷ്യസ് ട്രഷർ വിച്ച് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്. അപ്പം ടൈം ഓൾവേസ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി അല്ലേ? ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതല്ലേ? അതുപോലെ സമയവും സൃഷ്ടിച്ചത് ദൈവം തന്നെ. അപ്പം ദൈവം തന്നിരിക്കുന്ന ഈ സമയം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. നമുക്കൊരു ദിവസം എത്ര സമയം ഉള്ളതെന്നറിയാമോ? 24 hours അല്ലേ? അപ്പോൾ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ്സ് ആണ്? 24 × 60 × 60 86,400 സെക്കൻഡ്സ്. ഇത്രയും സെക്കൻഡ്സ് ആണ് നമുക്കൊരു ദിവസം ഉള്ളത്. നമുക്ക് ഈ ടൈമിനെ ഒന്ന് നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ബാങ്കിൽ നമ്മൾ പൈസ ഇടുന്നു, എന്നിട്ട് നമ്മൾ ആ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇട്ട മണി മുഴുവൻ നമ്മൾ വിഡ്രോ ചെയ്താൽ നമ്മുടെ ബാലൻസ് 0 ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ടൈമും. ഒരു ദിവസം രാവിലെ, അതായത് when the day starts, we have 24 hours അല്ലെങ്കിൽ 86,400 seconds. ഈ 86,400 സെക്കൻഡ്സ് നമ്മൾ ഓരോ സമയവും ഓരോ സെക്കൻഡും ഉപയോഗിക്കും തോറും അത് തീർന്നു വരുന്നു അല്ലേ? അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒന്നുമില്ലായിരിക്കും, ബാലൻസ് 0 ആയിരിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ആലോചിച്ച് യൂട്ടിലൈസ് ചെയ്യണം. വി ഷുഡ് യൂട്ടിലൈസ് ഇറ്റ് ടു ദ മാക്സിമം. ഒരു സമയം പോലും നമ്മൾ വെറുതെ പാഴാക്കി കളയരുത്. എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ഈ സമയം എല്ലാം ഉപയോഗിക്കണം. നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
സകല കാര്യങ്ങളും നടത്താനുള്ള സമയം കിട്ടും. നമ്മൾ എപ്പോഴും പറയും, അയ്യോ എനിക്ക് പഠിക്കാനില്ല, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന സമയമല്ലേ, എപ്പോഴും പിള്ളേർ പറയുന്ന കേൾക്കാം. ഇപ്പോൾ ഒട്ടും സമയമില്ല പഠിക്കാൻ, എപ്പോഴും ഓൺലൈൻ ക്ലാസ് ആണ്. സോ വാട്ട് എവർ ഈസ് ഇറ്റ്, എന്താണെങ്കിലും നമ്മൾ സമയം സ്യൂട്ടബിളി നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സമയം ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പലരും സമയനിഷ്ഠ പാലിക്കുന്നവരാണ് അല്ലേ. നമ്മളിപ്പോൾ നമുക്ക് നോക്കാം, ഈ ലോകത്ത് തന്നെ ഒരു ഷെഡ്യൂളുണ്ട്. അതെന്താണ്? എന്നും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അല്ലേ. അറ്റ് ദ സെയിം ടൈം അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. എന്നും എവ്രി ഡേ ഇറ്റ്സ് എ സെയിം. ഒരു കൃത്യനിഷ്ഠയുണ്ട് അതിന് അല്ലേ. നമ്മളിപ്പോൾ മരങ്ങളൊക്കെ നോക്കിയാലോ, മരങ്ങൾ കായ്ക്കുന്നതും പൂക്കുന്നതും ഒക്കെ അതിനൊരു പർട്ടിക്കുലർ ടൈമുണ്ട് അല്ലേ. സീസണൽ ചേഞ്ചസ്, സീസൺസ് ചേഞ്ച് ആകുന്നത്, അതിനൊക്കെ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. എല്ലാ വർഷവും ഈ സെയിം ടൈമിലാണ് സീസണൽ ചേഞ്ചസ് വരുന്നത്. ഇപ്പോൾ പിന്നെ ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട് അല്ലേ. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗ്ലോബൽ ചേഞ്ച്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതുപോലെ മൈഗ്രറ്ററി ബേർഡ്സ് വരുന്നു അല്ലേ. മൈഗ്രറ്ററി ബേർഡ്സ് ഉണ്ടല്ലോ, അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ബേർഡ്സ് പറന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതും ഒരു കറക്റ്റ് ടൈമിലാണ് വരുന്നത്. ഈ മൈഗ്രേഷൻ ഹാപ്പൻസ് അറ്റ് എ സ്പെസിഫിക് ടൈം. അപ്പം ആ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള പ്രോസസ്സൊക്കെ നടക്കുന്ന ഒരു കൃത്യനിഷ്ഠയോട് കൂടിയാണ്. ഒരു ഷെഡ്യൂൾഡ് ടൈം ഉണ്ട് എല്ലാത്തിനും. അപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ ആകപ്പാടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാം ഒരു കറക്റ്റ് ഷെഡ്യൂളിനോട് കൂടിയാണ്. അതുപോലെ നമുക്ക് ഒരു കൃത്യനിഷ്ഠ, ഒരു സമയനിഷ്ഠ എല്ലാം ആവശ്യമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഒരു താളമുണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ ഷെഡ്യൂൾഡ് ടൈമിൽ നടക്കുന്നു. അതെല്ലാം നമ്മൾ ആ താളം മാറ്റിക്കളയരുത്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. ആ താളം അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാര്യക്ഷമതയുടെ മുഖമുദ്രയാണ് കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും. പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിലിജൻസ് ആർ ദ സിംബിൾസ് ഓഫ് കോമ്പിറ്റൻസ്. അപ്പോൾ നമുക്കറിയാം എന്തൊരു അത്യാവശ്യമാണല്ലേ. ഇപ്പം നമ്മുടെ ഈ ലൈഫ് തന്നെ ഇപ്പോൾ കോമ്പിറ്റൻ്റ് അല്ലേ. എവ്രിവേ വെറെവർ യു ഗോ ദർ ഈസ് കോമ്പിറ്റൻസ്. സോ യു നീഡ് പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിലിജൻസ്. അവ നമ്മുടെ ആത്മാർത്ഥതയുടെയും ആത്മശിക്ഷണത്തിൻ്റെയും അടയാളമാണ്. ആദ്യകാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തിരക്കൊന്നുമില്ലായിരുന്നു അല്ലേ. ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ സമയം നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാം? സൂര്യനെ നോക്കി അല്ലേ. സൂര്യനെ നോക്കി, നിഴൽ നോക്കി, നിഴലിൻ്റെ നീളം അനുസരിച്ചാണ് സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. ആൾക്കാർക്കൊക്കെ നിഴൽ കാണുമ്പോഴേ അറിയാമായിരുന്നു. ഷാഡോ നോക്കിയിട്ട് പറയും ഇത്ര സമയമായി എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ സൂര്യനെ നോക്കിയിട്ട് സൂര്യൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് പറയുന്നത് സമയം ഇത്രയായെന്ന്. പക്ഷെ ഇപ്പോഴൊന്നുമല്ല. ഇപ്പം അതൊക്കെ പോയല്ലേ. ഇപ്പം സൂര്യനെ നോക്കി ആർക്കും പറയാൻ പറ്റില്ല, നിഴൽ നോക്കി ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ക്ലോക്ക് നോക്കി സെക്കൻഡ്സ് നോക്കും. ഇത്ര സമയം, സമയം പോയി. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇപ്പം അല്ലേ. ഒത്തിരി തിരക്കേറിയ ജീവിതം. മിസ്റ്റർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന മഹാനായ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ലവ് യുവർ ലൈഫ് ഡോണ്ട് വേസ്റ്റ് ടൈം. നിങ്ങൾ ജീവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യരുത്. കണ്ടോ, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ടൈം. യു ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം. എന്തുമാത്രം ജോലി ചെയ്തെന്നോ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തെന്നോ ഉള്ളതല്ല ഇമ്പോർട്ടൻ്റ്. പക്ഷേ എന്തുമാത്രം നമ്മൾ അച്ചീവ് ചെയ്തു, നമ്മൾ എന്തുമാത്രം നമ്മുടെ സക്സസ് എന്തുമാത്രം ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ എന്തുമാത്രം ജോലി ചെയ്ത്, എന്തുമാത്രം സമയം ജോലി ചെയ്തെന്ന് അതൊന്നുമല്ല കാര്യം. പക്ഷെ നമ്മളുടെ അച്ചീവ്മെൻറ്റ് എന്താണ്, അത് നോക്കിയാണ് ഇമ്പോർട്ടൻസ് തീരുമാനിക്കേണ്ടത്. സോ what should we do? We should plan everything ahead. അടുത്തതാണ് ഗെറ്റ് സ്മാർട്ട് വിത്ത് ടൈം.
ഇവിടെ സ്മാർട്ട് എന്നുള്ളതിന് ഒരു ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം എന്താണെന്ന്. SMART, small measures that ascertain resourceful usage of time. S for small, M for measures, A for ascertain, R for resourceful usage, and T for time. Okay, that means resourceful usage of time. We should use the time resourcefully. അപ്പം നമുക്ക് ഈ ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, നമുക്കതൊന്ന് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കുറേ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, ടേക്ക് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ജോലി ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം, അത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് നോട്ട് വെരി ഗുഡ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. സോ യു ഷുഡ് നെവർ പ്രൊക്രാസ്റ്റിനേറ്റ്, മീൻസ് നാളത്തേക്ക് മാറ്റിവെക്കരുത്. ദറ്റ്സ് എ പ്രൊവർബ്, നോ, ടുമോറോ നെവർ കംസ്, സോ ഡു എവറിത്തിങ് ടുഡേ. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രേ ഫോർ ഗോഡ്സ് ഗൈഡൻസ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് പ്ലാൻ ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിക്കണം ആദ്യം, അല്ലേ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം തുടങ്ങുന്നതിന് മുമ്പേ. അതായത് ഈ സമയം എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും തിരഞ്ഞെടുക്കാനും നമ്മളെ ദൈവം സഹായിക്കും. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്പർ 3, പ്രിപ്പയർ ആൻ ആക്ഷൻ പ്ലാൻ. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനൊക്കെ നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ഉണ്ടാക്കിയാൽ നമുക്കതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ സാധാരണ കുട്ടികൾ പരീക്ഷകളൊക്കെ വരുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുന്നത്? ചില കുട്ടികളൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കും, അല്ലേ? ടൈം ടേബിൾ ഉണ്ടാക്കിയില്ല അവർ പഠിക്കത്തില്ല. അവർ ചിലപ്പം ചില ടോപ്പിക്കിന് അവർ കൂടുതൽ സമയം ചിലവഴിക്കും, ചില ടോപ്പിക്കിന് അവർ വളരെ കുറച്ച് സമയം ചിലവഴിക്കും. പക്ഷേ അത് ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കില്ല. ചിലപ്പോൾ അവരിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ കണ്ടോ വേറെ വല്ലതൊക്കെ ഓർത്തുകൊണ്ടിരിക്കും, സമയം പോകുന്നത് അറിയില്ല. അത് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, ദൈവമേ ഇത്രയും സമയം പോയോ ഞാൻ അറിഞ്ഞില്ല. അപ്പം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മുടെ ആ വോളയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് അത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത്രയും സമയം അപ്പം നമ്മൾ അറിയും. നമ്മൾ പെട്ടെന്ന് പഠിക്കേണ്ടതൊക്കെ പെട്ടെന്ന് പഠിച്ച് ആ സമയം കീപ്പ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. അതായത് ഇപ്പോൾ ഒരു വലിയ ചാപ്റ്ററാണ്, അതിന് കൂടുതൽ സമയം, ചെറിയ ചാപ്റ്ററാണ് അതിന് കുറച്ച് സമയം, അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ നേരത്തെ എടുക്കണം. ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ പറയുന്നത് കേൾക്കാമല്ലോ, ഞാൻ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി അതനുസരിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എല്ലാം നന്നായിട്ട്, അതായത് നന്നായിട്ട് അച്ചീവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം, ഒരു ടൈം ടേബിൾ, ഒരു റുട്ടീൻ. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല അച്ചീവ്മെൻറ്റ് കിട്ടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അതെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, എല്ലാം ഈ ദൈവം സൃഷ്ടിച്ചതെല്ലാം ഒരു പ്രത്യേക ക്രമത്തിലാണ്, എല്ലാം ഓർഡറിലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഓർഡറിലായിരിക്കണം. നമ്പർ 5, ലേൺ ടു സേ നോ. ചിലർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് പറ്റില്ല എങ്കിൽ നമ്മൾ നോ പറഞ്ഞിരിക്കണം. പക്ഷെ സപ്പോസ് നമ്മൾ കുറേ ജോലികൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാ, അയ്യോ എനിക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തു തരാം, ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ? അപ്പോൾ നമുക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറയും ഓക്കെ. അടുത്ത ആൾ വന്നിട്ട് വേറൊരാൾ പറയുന്നു, അയ്യോ ഇതൊന്ന് എഴുതി തരുമോ, ഇതെനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, ഒന്ന് എഴുതി തരുമോ? നമുക്ക് സമയമില്ല ഇവിടെ, നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ അവരോടും പറയും യെസ് ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞ് മൂന്നാമത് വേറൊരാൾ വരുന്നു, അവരോടും നമ്മൾ പറയും യെസ്. നമുക്കിതെല്ലാം ചെയ്യാനുള്ള സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ട്
നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യണ്ടാത്തത് ചെയ്യണ്ട. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ സഹായം വളരെ അത്യാവശ്യമാണെങ്കിൽ ഓക്കെ, നമ്മളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വേണം നമ്മൾ യേസ് നോ പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എങ്കിൽ നമ്മൾ നോ പറയുക അവരോട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ നോ പറയാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പം നോ പറയേണ്ടടുത്ത് നോ പറയണം. അതായത് വെറുതെ അല്ല, അത്യാവശ്യം ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യണം. പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ നമ്മൾ നോ പറയണം. അടുത്ത പോയിന്റാണ് പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജോലികളും, ഇപ്പം എല്ലാ ജോലികളൊന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ? ചില ജോലികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചില ജോലികൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ചില ജോലികൾ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്, ചിലത് ചിലപ്പോൾ നാളെ ചെയ്താൽ മതിയായിരിക്കും. അപ്പം അങ്ങനെ സമയവും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നോക്കി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളതും ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നത്തത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ അവസാനം ചെയ്യുന്നത് എപ്പോഴും ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്ക് സമയം അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം. അപ്പോൾ ഏറ്റവും നമ്മൾ എത്ര ക്രമീകരിച്ചാലും ചിലപ്പോൾ ആ ടൈമിലൊന്നും ചിലപ്പോൾ ചെയ്ത് തീർന്നു വരില്ല അല്ലേ? നമ്മുടെ ജോലികളൊക്കെ പഠിക്കുന്നതാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു സബ് ചാപ്റ്റർ പഠിക്കാൻ ഇച്ചിരി കൂടുതൽ സമയം എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മറ്റതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് വരുമ്പോൾ അവസാനം ചിലപ്പോൾ സമയം തികഞ്ഞില്ലെന്ന് വരും. അപ്പം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമുള്ള എന്തുവാ? നമ്മുടെ അൺഇമ്പോർട്ടൻറ്റ് തിങ്സാണ്. അതുകൊണ്ട് അത് ഇച്ചിരി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ എന്നും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാനും പഠിക്കും. അപ്പം നമുക്ക് അവസാനം വരുന്ന സമയം തികയാതെ വരില്ല, നമ്മളത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ജോലിയാണെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യും. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും മറന്നു പോവില്ല അല്ലേ? പിന്നെ ഉള്ളത് നമ്മളെപ്പോഴും എഴുതി വെക്കണം. റൈറ്റ് ഡൗൺ ദ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. നമുക്ക് എന്തൊക്കെ എഴുതണം, എന്തൊക്കെ ചെയ്യാനുള്ള എന്ന് നമ്മളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ മറക്കത്തില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്തൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളതെല്ലാം ചെയ്തോ. അപ്പം നമ്മളൊരു ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എടുക്കണം, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും അല്ലേ? എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ കൊണ്ടുപോകണം അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എല്ലാ ദിവസവും നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റാണ് അനലൈസ് അവർ സ്ട്രെങ്ത് ആൻഡ് റെഡി ടു ഫേസ് ദ ചാലഞ്ചസ്. നമ്മുടെ കഴിവുകളും സാധ്യതകളും അവസരങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നോക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്ന് നോക്കണം. അപ്പം നമുക്ക് നമ്മളുടേതായ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ അത് മാറ്റിയെടുക്കാൻ നോക്കണം, സ്മൂത്ത് ആക്കാൻ നോക്കണം. അടുത്ത പോയിന്റാണ് ഡു നോട്ട് ഇൻ്റർവീൻ ഇൻ അതേഴ്സ് ആക്ടിവിറ്റീസ്. മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യരുത്. നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലേ? മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റുള്ളവർ ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കണം, അത് അത്യാവശ്യമാണ് അല്ലേ? ഹെൽപ്പ് ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്ക് സമയമുണ്ടെങ്കിലും സമയമില്ല എങ്കിലും നമ്മൾ അല്പം സമയമൊക്കെ എടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അടുത്ത പോയിന്റാണ് റിഫ്ലക്റ്റ് ഓൺ അവർ ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കുക, അനലൈസ് ചെയ്ത് നോക്കുക, തിരിഞ്ഞു നോട്ടം. അതായത് എങ്ങനെ പോയി, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് അത് വ്യത്യാസങ്ങളൊക്കെ വരുത്തി പിന്നെ നമുക്ക് രണ്ടാമത് നാളെ നമ്മൾ വേറെ ജോലി വരുമ്പോൾ നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നല്ലതാണെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷനും കിട്ടും. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ? അപ്പം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, എൻകറേജ്മെൻറ്റ് കിട്ടും.
അതോ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ല, അത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആ ജോലി ഇച്ചിരി മാറിപ്പോയി, സമയം ഇച്ചിരി കൂടിപ്പോയി എന്നൊക്കെ നമുക്ക് നാളെ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അത് നമുക്ക് അക്കോർഡിംഗ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അബൌട്ട് 10 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ സമയം ഇഫക്റ്റീവ്ലി എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, അതിനെപ്പറ്റി ചില പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളുടെ ലെസൺ തീരുകയാണ്. നിങ്ങൾക്കറിയാം ഒരു പ്രോവേർബ് ഉണ്ടല്ലേ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. ടൈം ആൻഡ് ടൈഡ്, ടൈം ഈസ് സമയം, ടൈഡ് എന്താണെന്ന് അറിയാലോ അല്ലേ? ടൈഡ് എന്തുവാ? ഈ കടലിലെ കടൽ തിരകൾ അല്ലേ? അപ്പം ദേ ഡോണ്ട് വെയിറ്റ് ഫോർ എനിബഡി. അത് അതിൻ്റേതായ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നു അല്ലേ? അപ്പം നമുക്ക് സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എന്നും നമുക്ക് എല്ലാവർക്കും സെയിം ടൈമാണ് ഉള്ളത്. പക്ഷെ ചിലർ പറയും സമയം കൂടുതലുണ്ട്, ചിലർ പറയും എനിക്ക് സമയമില്ല, എൻ്റെ ജോലിയൊന്നും തീരുന്നേ ഇല്ല അല്ലേ? ചിലർ നോട്ട് ബോതേഡ്. അപ്പം നമുക്ക് ഈ സമയം ഇല്ലാത്തവർക്കും കൂടുതലുള്ളവർക്കും, കൂടുതലുള്ളവർ ചിലപ്പോൾ ലേസി പീപ്പിൾ ആയിരിക്കും, അവർക്ക് ചിലപ്പം ജോലി ചെയ്യാൻ കഴിയില്ലായിരിക്കും, അതുകൊണ്ടൊക്കെ ആ സമയം ഇഷ്ടം പോലെയാന്ന് പറയുന്നത്. സമയം ഇല്ല എന്ന് പറയുന്നവരും ചിലപ്പം അവരുടെ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ശരിയല്ല. യു ഷുഡ് ഹാവ് ടൈം, അറ്റ് ദ സെയിം ടൈം യു ഷുഡ് യൂട്ടിലൈസ് ഇറ്റ് പ്രോപ്പർലി. ആസ് വി സെഡ് ഏർലിയർ, അച്ചീവ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജോലി ചെയ്യുന്നുണ്ടോ അതോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതൊന്നുമല്ല കാര്യം, പക്ഷേ അച്ചീവ്മെൻ്റ് ഉണ്ടോ, സക്സസ് ഉണ്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ യെസ് യു ആർ റൈറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ച മനപ്പാഠവാക്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എഫെസ്യർ 5:16. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സമയവിനിയോഗം എന്നാൽ എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ഇത് സമർത്ഥിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, സമയവിനിയോഗത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ത്? In English, what is meant by time management? Number 2, time and tide waits for none. Explain this on the basis of the lesson. Number 3, what is the importance of prayer in time management? നമ്മളുടെ ലെസൺ ഇവിടെ തീരുകയാണ്. അപ്പം നമ്മളുടെ ഈ വർഷത്തെ ലെസൺസ് എല്ലാം തീർന്നു. So wish you all the best for your exams. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും. ഓക്കെ, then bye. Thank you. Bye.